അമൽ തേനമറമ്പിൽ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഇപ്പോൾ മാവേലിക്കരയിലേക്കാണ് പോകുന്നത്. കുറച്ച് സമയമുണ്ട്. എവിടെ എത്തി? ഇപ്പോൾ എത്ര നേരമുണ്ടാകും ഇനി ജയിലിലേക്ക്? അതിവേഗത്തിലാണ് പൂജ ഈ വാഹനവ്യൂഹം മുന്നോട്ട് പോകുന്നത്. പോലീസിന്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ഒന്നും രണ്ടും പോലീസ് വാഹനങ്ങളല്ല, നിരനിരയായി പോലീസ് വാഹനങ്ങളാണ്. മുഖ്യമന്ത്രിയൊക്കെ പോകുമ്പോൾ കാണുന്നതിന് സമാനമായുള്ള ഒരു സുരക്ഷ പോലീസ് ഒരുക്കുകയാണ്. എവിടെ വേണമെങ്കിലും ഒരു പ്രതിഷേധം പോലീസ് മുന്നിൽ കാണുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം പോലീസിനെ ഈ രാഹുലിനെ കൊണ്ടുപോകുന്നതിനൊപ്പം കൂടെ കൊണ്ടുപോകുന്നത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും കൂടുതൽ വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് എന്ന് പറയാൻ കഴിയും. സാധാരണ നിലയിൽ ഈ പ്രതികളുമൊക്കെയായി ഇങ്ങനെ പോകുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ പരിധി കഴിയുമ്പോൾ ആ വാഹനം മാറി അടുത്ത പോലീസ് സ്റ്റേഷൻ പരിധിയുടെ വാഹനം അവിടേക്ക് കയറുകയാണ് പതിവ്. അങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ സ്ഥലം മാങ്കുഴി എന്ന് പറയുന്ന സ്ഥലം എത്തിയിരിക്കുന്നു. മാവേലിക്കരയിലേക്ക് ഇനി അവശേഷിക്കുന്നത് നമ്മൾ ഗൂഗിൾ മാപ്പിൽ സമയം നോക്കുമ്പോൾ കാണിക്കുന്നത് 17 മിനിറ്റുകൾ മാത്രമാണ്. അങ്ങനെ ആ സമയത്തിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടവുമായുള്ള വാഹനം ജയിലിലേക്ക് എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ഈ തൊട്ട് മുന്നിൽ കാണുന്ന വാഹനത്തിൽ രാഹുൽ മാങ്കൂട്ടമുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെയും കൊണ്ടുള്ള പോലീസ് വാഹനമാണ് ഇപ്പോൾ ഈ കടന്നു പോകുന്നത്. ഓരോ സ്ഥലത്തേക്ക് എത്തുമ്പോഴും പോലീസിന്റെ ജാഗ്രതയുണ്ട്. പ്രത്യേകിച്ചും ഞായറാഴ്ചയാണ് എങ്കിൽ കൂടി അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധം, കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത പോലീസ് കണക്കിലെടുക്കുകയാണ്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ വഴിയിലൂടെയുള്ള കടന്നുപോക്ക് എന്ന് പറയുന്നത് പത്തനംതിട്ടയിലൂടെ കടന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് പോകാനോ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനോ ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് എങ്കിൽ ഒരു വട്ടം രാഹുലിനെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് സമാനമായി തന്നെ പോലീസ് വാഹനത്തിലും ഇതിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അന്ന് ഈ പറയുന്ന സമരവുമായി ബന്ധപ്പെട്ട് രാഹുലിനെ വീട്ടിലെത്തി കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോകുന്ന സമയത്ത് ഇതിന് സമാനമായി കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ വാഹനത്തിൽ രാഹുൽ ഇതുവഴി കടന്നുപോയതാണ്. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്തേക്കുള്ള ആ പാതയിലൂടെ വീണ്ടും രാഹുൽ പോകുന്നു. ഇപ്പോൾ മാവേലിക്കരയിലേക്ക് എത്താൻ ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റിൻ്റെ സമയം മാത്രമാണ് അവശേഷിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനുശേഷം രാഹുൽ മാവേലിക്കര സബ് ജയിലിലേക്ക് പോകുന്നു. കേരളത്തിലെ ഒരു MLA, കഴിഞ്ഞ കുറേ നാളുകളായി ആരോപണ വിധേയരായി നിന്നിരുന്ന MLA, നിയമത്തിൻ്റെ ഒരു സാധ്യതയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് രാഹുലിന് ആദ്യ കേസിൽ കോടതി അറസ്റ്റ് തടയുന്ന ഒരു നടപടി ഉണ്ടായി. രണ്ടാമത്തെ കേസിൽ ജാമ്യം ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ രാഹുലിന് വലിയ ആശ്വാസമായിരുന്നു. പക്ഷേ ആ ആശ്വാസമെല്ലാം മൂന്നാമത്തെ കേസിൽ അവസാനിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. മൂന്നാമത്തെ കേസിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള തന്ത്രപരമായ പഴുതടച്ചുള്ള നീക്കത്തിന് മുന്നിൽ രാഹുൽ പതറിപ്പോയി. കാരണം ഇന്നലെ രാത്രിയിൽ ഒരു അറസ്റ്റൊന്നും രാഹുൽ ഒരു കാരണവശാലും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ ദിവസം രാഹുൽ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഈ കേസിന്റെ ചില കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് എത്തിയതാണ്. തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് മുന്നിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇരിക്കുന്ന തലസ്ഥാനത്തെത്തി അവിടെ നിന്ന് മടങ്ങിയ രാഹുലാണ്. DGP ഇരിക്കുന്ന തലസ്ഥാനത്തെത്തി അവിടെ നിന്ന് മടങ്ങിയ രാഹുലാണ്. പിന്നീട് പത്തനംതിട്ട എത്തി, എറണാകുളത്തെത്തി, അങ്ങനെ പാലക്കാട് സജീവമായി നിൽക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്താണ് രാഹുലിൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആദ്യത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞ് രണ്ടാമത്തെ കേസിൽ ജാമ്യം ലഭിച്ച് രാഹുൽ പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ ആത്മവിശ്വാസം രാഹുൽ ഉണ്ടായിരുന്നു. അതിനുശേഷം രാഹുൽ സമൂഹമാധ്യമത്തിലടക്കം സജീവമായി ഇടപെടുകയും എല്ലാം ചെയ്തു. അതോടൊപ്പം നേതാക്കന്മാരോടൊപ്പമുള്ള രാഹുലിൻ്റെ ഇടപെടലുകളും മറ്റുമൊക്കെ നമ്മൾ പലപ്പോഴായി കണ്ടതാണ്. DCC അധ്യക്ഷനടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ, രമേശ് ചെന്നിത്തല അടക്കം പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ എത്തുന്നു. പക്ഷേ പല നേതാക്കളും രാഹുലിനോട് നീരസം പ്രകടിപ്പിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. എങ്കിൽ കൂടി രാഹുലിന് അത്തരം പരിപാടികളിലൊക്കെ പൊതുപരിപാടികളിൽ എത്താൻ കഴിഞ്ഞിരുന്നു. പാർട്ടിയുടെ പരിപാടികൾ രാഹുലെ പങ്കെടുപ്പിക്കുന്നില്ല എങ്കിൽ കൂടി പാർട്ടിയുടെ നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന പരിപാടികളിലേക്ക് രാഹുൽ എത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ മന്ത്രി V ശിവൻകുട്ടിക്കൊപ്പം രാഹുൽ ആ ഒരു വേദി പങ്കിട്ടതൊക്കെ കണ്ടതാണ്. ഇത്തരം ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ അപ്പോഴൊന്നും രാഹുൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുമെന്നും. ഇങ്ങനെ ഒരു കേസ് വന്നാൽ SIT സകലവിധ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് രാഹുലിനെ ജയിലിലേക്ക് അയക്കാനുള്ള തരത്തിലുള്ള നീക്കം നടത്തുമെന്നും രാഹുൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. അതിനാൽ തന്നെയാണ് ലാഘവഭാവത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാഹുൽ പുറത്തുണ്ടായിരുന്നത്. ഇപ്പോൾ